ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം പതയുണ്ടെന്ന്. നല്ല അടിപൊളി സാധനമാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകും. ഈ പാത്രത്തിൽ കണ്ടോ, ഇതുപോലൊന്ന് മെഴുക്കുമ്പോൾ തന്നെ അതിൻ്റെ പത നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തീയും കൊള്ളേണ്ട, പുകയും കൊള്ളേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ 5 മിനിറ്റ് പോലും വേണ്ട, അത്ര എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 3 സ്പൂൺ ഡിഷ് വാഷ് കൊണ്ട് നമുക്ക് ഒരു 1/2 ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പം ഞാൻ വിമ്മിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ്. നല്ല പതയുണ്ടാകും, നല്ല സ്മെല്ലും ഉണ്ടാകും. നമ്മുടെ വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിനായിട്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യം ഇപ്പം ഞാൻ വിമ്മിൻ്റെയാണ് എടുക്കുന്നത്. ഏതിൻ്റെ വേണേലും എടുക്കാം കേട്ടോ, ഏത് ഡിഷ് വാഷ് വേണേലും എടുക്കാം. ഇപ്പം ഞാൻ വിമ്മിൻ്റെ എടുക്കുന്ന ഇതൊരു 3 സ്പൂൺ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നല്ലൊരു പാത്രത്തിലേക്ക് ഏത് വേണേലും എടുക്കാം കേട്ടോ. സ്റ്റീലിൻ്റെ തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക്കോ, നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാതൊക്കെ. ഇതേപോലെ നമുക്ക് 3 ടീസ്പൂണാണ് നമ്മളിതാ ഇതേപോലെ എടുത്ത് ഒഴിക്കുന്നത്. പിന്നെ വേണ്ടത് കണ്ടോ, ഇതേപോലെ നമ്മൾ ഒന്ന് എടുത്ത്, അതായത് ആ ഒരു ലെവലിൽ നമ്മൾ കണക്കാക്കിയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. കുറച്ച് കൂടിയെന്ന് പറഞ്ഞാലും കുറച്ച് കുറഞ്ഞെന്ന് പറഞ്ഞാലും ഒന്നും വലിയ വിഷയം വരുന്നില്ല. പിന്നെ വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് വേണ്ടത്. അത് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അത് വെച്ച് ആ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് അലിയിച്ചെടുക്കുക. ആ ഡിഷ് വാഷും ഉപ്പും കൂടെ നന്നായിട്ട് നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് അലിയിച്ചെടുക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കൈവിടാണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ചേർത്തിട്ടുണ്ട്, കണ്ടല്ലോ. എന്നിട്ട് ഇത് ഒന്നും കൂടെ നല്ല രീതിയിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ സാധാരണയൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് അധികം പതയൊന്നും തോന്നത്തില്ല, ഒരു വലിയ സുഖം തോന്നാറില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നല്ല പതയുണ്ടാകും, അത്യാവശ്യത്തിന് നല്ല സ്മെല്ലും ഉണ്ടാകും. നല്ല അത്യാവശ്യം കുപ്പിപ്പാത്രങ്ങളും എന്ത് തരം പാത്രങ്ങളായാലും ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് പേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ പേസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും കോൾഗേറ്റിൻ്റെ വൈറ്റ് കളർ പേസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കോൾഗേറ്റിൻ്റെ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും സങ്കടപ്പെടേണ്ട. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് അതും ഇതേപോലെ നന്നായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ പറഞ്ഞു വന്ന പോലെ എത്ര വലിയ പാത്രത്തിൽ നല്ല പോലെ വെളുക്കും, അതേപോലെ നല്ല ഭംഗിയായിട്ട് വെളുക്കാനും, അതേപോലെ ക്ലാവൊക്കെ പിടിച്ചിരിക്കുന്ന അതൊക്കെ മാറാനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന റിസൾട്ട് ഇടാണ് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതെല്ലാം ഒന്നിനൊന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ വെള്ളമാണ് നമുക്ക് ഒഴിക്കേണ്ടത്. ആ വെള്ളം ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചെടുക്കുക. ഇതേപോലെ നമുക്ക് ആ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചെടുക്കുക. അപ്പോൾ 1/2 ലിറ്റർ വെള്ളം എന്നത് നമ്മളൊന്ന് കണക്കിലൊന്ന് എടുത്തേക്കണം. ഇപ്പോൾ ഒരു കുപ്പി അതൊക്കെ കണക്കാക്കിയിട്ട് നമ്മളൊന്ന് എടുത്തേക്കണം കേട്ടോ. എന്നിട്ട് അതും ഒന്ന് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് എളുപ്പത്തിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മുടെ സിങ്ക് കഴുകാനും, അതായത് ഒരുപാട് അഴുക്ക് പിടിച്ച എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഒരു ചെറിയൊരു കുപ്പിക്കകത്ത് നമുക്ക് ഒഴിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി ഒരുപാട് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ 1/2 ലിറ്ററിൻ്റെ കണക്കിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി, ഇപ്പോൾ 1 ലിറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു സാധനമാണ്. ഒട്ടും തന്നെ കെമിക്കലോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതായത് ഉപ്പും സോഡാപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ സാധാരണ അടുക്കളകളിലൊക്കെ കാണുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല കിഡു റിസൾട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുകയും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് ഒഴിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഈ കുപ്പിയിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണുന്നത് എന്തോരം നല്ല പത ഇതിനുണ്ടെന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ല
നിങ്ങൾക്ക് മതി.